ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു സിൻഡീസ് വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു അൽമാരി റീഅറേഞ്ച് ചെയ്യുവാണേ. അപ്പോൾ അതൊന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊരു മരത്തിൻ്റെ അൽമാരിയാണ്, ആവശ്യത്തിന് സ്പേസൊക്കെ ഉള്ള അൽമാരിയാണ്. ഞാനിത് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇടുന്ന അൽമാരിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് അവിടെ ഞാൻ ഷോൾസ്, പുറത്തൊക്കെ പോകുന്ന നമ്മുടെ ഷോളുകളൊക്കെ എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ആമസോണിൽ നിന്നൊരു റിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ ഒത്തിരി അങ്ങ് ഹാങ് ചെയ്ത് ഇടാമേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും. ഓർഗനൈസേഴ്സിലായിരുന്നു ഞാൻ നേരത്തെ വെച്ചുകൊണ്ടിരുന്നത് വെച്ചിട്ട് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൽ കൂടെ ആണ് അൽമാരിയിലോട്ട് വെച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു വിൻഡോ പോലെ ഉണ്ട്, ഒരു ട്രാൻസ്പാരൻറ്റ് വിൻഡോ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതെല്ലാം കീറി. ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉപകാരമായിരുന്നു ശരിക്കും. അപ്പോൾ അത് ഞാൻ ഓർത്ത് അതൊക്കെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ വെറുതെ തട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് ആ ട്രാൻസ്പാരൻറ്റ് കവർ മാറ്റിയിട്ട് ഞാൻ കുറേ പ്രാവശ്യമൊക്കെ തയ്ച്ചൊക്കെ വെച്ചു, പക്ഷെ അത് നിൽക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് അതങ്ങ് മാറ്റിയിട്ട് വേറെ ക്ലോത്ത് എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അപ്പോൾ ഇത് ഉണ്ടാവില്ല, വിസിബിലിറ്റി ഉണ്ടാവില്ല നമ്മുടെ ഡ്രസ്സ് ഏതൊക്കെ ഇരിക്കുന്നത്, നമ്മൾ തുറന്നൊക്കെ നോക്കേണ്ടി വരും. ഇതെനിക്ക് ഉപകാരമായിരുന്നു കേട്ടോ. നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളായിരുന്നേ. അപ്പോൾ നമുക്ക് ഈ അൽമാരിയൊക്കെ ഞാൻ ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെ എൻ്റെ അൽമാര ഒതുക്കി കഴിഞ്ഞു. ഇവിടെ ഞാൻ 2 തട്ടിലായിട്ട് എൻ്റെ ഹോം വെയർ ഡ്രസ്സാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഡിസ്കാർഡ് ചെയ്തു. ഒരു 6 മാസം കൂടുമ്പോൾ ഞാനിങ്ങനെ അൽമാരിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും എനിക്ക് അങ്ങോട്ട് മാറ്റാനൊക്കെ ആയിട്ട്. ചിലത് ടൈറ്റായിട്ടുണ്ടാവും, ചിലത് യൂസ് ചെയ്ത് അങ്ങോട്ട് ഒത്തിരി പഴകിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഡ്രസ്സുകൾ മാറ്റാറുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റിയപ്പോൾ 2 തട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ. മറ്റേത് കുറേ ആയിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തിരിക്കണമായിരുന്നേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റിയപ്പോൾ 2 തട്ടിലോട്ട് ഒതുക്കി. പിന്നെ അത് ഈ സൈഡിൽ ഞാനൊരു ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഷോൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ റിങ് ഹാങ്ങറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതൊരു 15 കൂടുതൽ നല്ലോണം നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ റിങ്സ് എൻ്റെ ഒരു 9-12 റിങ്ങാറ്റിയാന്ന് തോന്നണേ. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് വെക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഇവിടെ 2 കോട്ട് ഞാൻ ആങ്കറിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, എൻ്റെ 2 ഗാർമെൻറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ്. പിന്നെ ഇവിടെ ഞാൻ അപ്പോൾ അതുകൊണ്ടിട്ട് കാഷ്വൽ ആയിട്ട് പുറത്തിടുന്ന ഡ്രസ്സുകൾ 2 പീസും 3 പീസും ഒക്കെ ഇവിടെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചു. അവിടെ നിന്നും കുറച്ച് ഡിസ്കാർഡ് ചെയ്തു, കുറച്ച് സൽവാറൊക്കെ ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ അത് ഇനിയിപ്പോൾ ദീപാവലിയുടെ ടൈമോ ആകുമ്പോൾ ഇവിടെ ഈ ഓഫനേജിൽ നിന്നൊക്കെ ആൾക്കാർ വരുവേ. അപ്പോൾ അവർക്കങ്ങ് ഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് എടുത്ത് അൽമാരി ഒതുക്കുമ്പോൾ തന്നെ അതെടുത്തിട്ടൊരു ബാഗിൽ എന്തെങ്കിലും ആക്കി വയ്ക്കും. അപ്പോൾ അവർ വരുമ്പോൾ ധൃതി പിടിക്കണ്ടല്ലോ, തിരക്കിയിട്ട് നമ്മൾ വേണ്ടാത്തൊക്കെ എടുത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നതൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണെന്ന്. ആ ബാഗും കൂടെ എടുത്ത് കൊടുത്തേച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു 2-3 പേരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരും ഉണ്ടേ. അപ്പോൾ അവർക്ക് അങ്ങോട്ട് അത് കൊടുക്കും. പിന്നെ കുട്ടികളുടെ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസറിൽ ഞാൻ അതെൻ്റെ ഈ മിക്സ് ആൻഡ് മാച്ചായിട്ട് നമ്മളിടുന്ന ബോട്ടംസ് അല്ലേ, ലെഗിങ്സും ബോട്ടംസൊക്കെ ആയിട്ട് അത് എല്ലാം അതിലാണ് അറിയുന്നത്. പിന്നെ ടവൽസ്, കുട്ടികൾ ലഞ്ച് ടവലൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഈ ഒരു ഓർഗനൈസറിൽ ഞാനിപ്പോൾ അവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഓർഗനൈസറിൽ ഞാനിപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റ്സ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ അൽമാരയിൽ ഞാൻ കുറച്ച് അധികമായിട്ട് സാധനങ്ങൾ എന്നുവെച്ചാൽ കുറച്ച് ഡിസ്കാർഡ് ചെയ്യാൻ കൂടുതലുണ്ടായിരുന്നു. ഒരു 6 months ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അങ്ങോട്ട് ഒതുങ്ങിക്കിട്ടും നമ്മുടെ അൽമാരിയൊക്കെ. അപ്പോൾ അങ്ങനെ ഈ അൽമാരിയിൽ കുറച്ചും കൂടി ഈ തട്ട് എക്സ്ട്രാ വന്നതാണ് എനിക്ക്. ഞാൻ കാഷ്വൽസ് എടുത്ത് ഇവിടെ വെച്ചപ്പോൾ. അപ്പം അങ്ങനെ ഇങ്ങനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഓർഗനൈസറിലായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 yearലൊക്കെ മേലായിട്ട് ഞാൻ ഓർഗനൈസറിലായിരുന്നു വെച്ചുകൊണ്ടിരിക്കണം. അത് നല്ലത് തന്നെയായിരുന്നു. എനിക്കത് ഇങ്ങനെ നമ്മൾ അൽമാരി എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നതായിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും
നോക്കട്ടെ ഇതെങ്ങനെ ആയിട്ട് കുറച്ചേ ഉള്ളപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ വാരിക്കൂട്ടി വാങ്ങുമ്പോഴത്തേനും അത് വലിയൊരു തലവേദനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ അറേഞ്ച്മെൻറ്റിൻ്റെ വലിയ പ്രോബ്ലം വരും. ഇപ്പം അത്യാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വേലയൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻസിൽ തീർച്ചയായിട്ടും പറയുക.